വെള്ളിലാങ്കണ്ടം പടുക റോഡ് നിർമ്മാണം വൈകിയതോടെ ജനങ്ങൾ ദുരിതത്തിലാണ്. റോഡ് പുനർനിർമ്മാണത്തിന് 4 മാസം മുമ്പ് പൊളിച്ചിട്ട റോഡിലൂടെ കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിനാണ് റോഡ് ഗതാഗതയോഗ്യമാക്കുവാൻ ഫണ്ട് അനുവദിച്ചത്. റോഡ് ഗതാഗതയോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കാത്ത കരാറുകാരനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ 2 വർഷമായി വെള്ളിലാങ്കണ്ടം കിഴക്കേ മാട്ടുകെട്ട പടുക്ക റോഡ് പൊട്ടിപ്പൊളിച്ച് കിടക്കുകയായിരുന്നു. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഫണ്ട് അനുവദിക്കുകയും കരാർ നൽകുകയും ചെയ്തിരുന്നു. കരാറുകാരൻ 4 മാസം മുമ്പ് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം JCBക്ക് കുത്തിപ്പൊളിച്ച് നിരത്തിയിട്ടു. തുടർന്ന് റോഡരികിൽ മെറ്റൽ ഇറക്കിയതല്ലാതെ ഒരു പണിയും നടത്തിയിട്ടില്ല. കുത്തിപ്പൊളിച്ച ഭാഗത്ത് വലിയ കട്ടിങ്ങും രൂപപ്പെട്ടു. ഇത് വാഹനയാത്ര ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തു. മെറ്റൽ കൂടിക്കിടക്കുന്നതിനാൽ കാൽനടയാത്രയും ഇരുചക്ര വാഹനയാത്രയും ദുരിതപൂർണമാകുകയും ചെയ്തു. ജനങ്ങളുടെ ദുരിതം പലതവണ കരാറുകാരനെ അറിയിച്ചിട്ടും ധിക്കാരപരമായ നടപടിയാണ് കരാറുകാരൻ സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം ഉയരുന്നത്. ബുദ്ധിമുട്ടാണ്. കൊച്ചു പിള്ളേർക്ക് നടക്കത്തില്ല, സ്ത്രീജനങ്ങൾക്ക് നടക്കത്തില്ല, പ്രായമായവർക്കും നടക്കത്തില്ല, വാഹനത്തിലും സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ ആരാണെന്ന് അന്വേഷിച്ചാൽ പറയത്തക്ക ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരെയും കാണുന്നില്ല. പഞ്ചായത്ത് തലത്തിലുള്ള ഒരു ഫണ്ട് അല്ലാത്തത് കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് അതേക്കുറിച്ച് കൂടുതലായ കാര്യങ്ങൾ അറിയത്തില്ല. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട AEO AXO ഒന്നും ഈ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ല. അവരെ ഒന്നും ബന്ധപ്പെടാൻ കഴിയുന്നുമില്ല. ഇങ്ങനെ അനാഥമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. നാട്ടിലെ ആളുകൾക്കെല്ലാം വ്യാപകമായ എതിർപ്പുണ്ട്. ഇപ്പോൾ ഒരു 4 മാസമായി. അതുകൊണ്ട് ഈ നിർമ്മാണം നമുക്ക് നല്ലതാണെന്നും വഴി പണിയുന്നതിന് തടസ്സമുണ്ടാക്കി ഒന്നും പറയല്ല. എങ്കിൽ ഇതുപോലെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇതുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ അധികാര കേന്ദ്രങ്ങൾ ഈ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അല്ല എങ്കിൽ ഞങ്ങൾ AEയുടെ ഓഫീസിന് മുമ്പിൽ അടുത്ത ദിവസം നിശ്ചയമായും ഞങ്ങൾ സത്യാഗ്രഹ സമരം ആരംഭിക്കും. വെള്ളിലാങ്കണ്ടം മുതലുള്ള 4 കിലോമീറ്റർ ദൂരമാണ് കരാറുകാരൻ പൊളിച്ചിട്ടിരിക്കുന്നത്. 4 മാസം കൊണ്ട് നിരവധി അപകടവും ഇവിടെയുണ്ടായി. കാഞ്ചാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീസ് മണ്ണൂർ റോഡ് നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ കരാറുകാരൻ തട്ടിക്കയറിയതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. കരാറുകാരൻ റോഡ് നിർമ്മിക്കാത്ത നടപടിക്കെതിരെ കാഞ്ചാർ പഞ്ചായത്തിലെ എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ സമരം നടത്താൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.